മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ഇരട്ട നീതി ശരിയല്ല. ഒരു നിയമം ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും ബാധകമാണ്. ഇഷ്ടക്കാരെ മാത്രം സംരക്ഷിക്കുന്നത് സമൂഹത്തിന്റെ തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കും. ഇത് പറയാൻ കാരണം കഴിഞ്ഞ ആഴ്ച കൊല്ലം ഭദ്രാസനത്തിലെ CP ബിജോയ് എന്ന വൈദികനെതിരെ ജോലി തട്ടിപ്പും പണമിടപാടും ഒക്കെ ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തെ 6 മാസത്തേക്ക് മാറ്റി നിർത്തി. ആരോപണങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കി സംശുദ്ധി വരുത്തിയ ശേഷം ശുശ്രൂഷയിൽ പ്രവേശിച്ചാൽ മതിയെന്നാണ് സഭ നൽകിയ ശിക്ഷണ നടപടി. നേരത്തെ വാഴക്കുന്നേലിനെയും ഷൈജു അച്ഛനെയും വിരിഞ്ഞ വിളയെയും ഓരോരോ കാരണങ്ങളാൽ ഇപ്പോഴും മാറ്റി നിർത്തിയിരിക്കുകയാണ്. എന്നാൽ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ഫാദർ ജോൺ വർഗീസ് ഇപ്പോഴും ഞെളിഞ്ഞ് സമരഭടനായി പോരാളിയായി സഭയുടെ അപ്പോസ്തലരായി ദേവലോകത്തും പള്ളികളിലും കേറിയിറങ്ങി നടക്കുന്നു. ഇയാൾ മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്തതാണ്. ഇയാൾക്കെതിരെ കത്തോലിക്ക ബാവയ്ക്കും ഭദ്രാസന മെത്രാപൊലീത്തയ്ക്കും പരാതികൾ 2 തവണ കൊടുത്ത് ആ കുടുംബം നീതിക്കായി കാത്തിരിക്കുകയാണ്. CP ബിജോയ് അച്ഛനെ മാറ്റി നിർത്തിയ നിയമം എന്തുകൊണ്ട് ജോൺ വർഗീസിന് ബാധകമല്ല? മാനേജിംഗ് കമ്മിറ്റി അംഗമായതുകൊണ്ടാണോ? അങ്ങനെയെങ്കിൽ ബിജോയ് അച്ഛനെയും മറ്റുള്ള വൈദികരെയും തിരിച്ചെടുക്കണം. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ഇയാൾ മാത്രം അതിൽ നിന്നും രക്ഷപ്പെട്ട് ആളുകളെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നു. ഇന്നലെ ദേവലോകത്ത് സുന്നഹദോസിന്റെ മുന്നിൽ കൊടിപിടിച്ചു നിന്ന ഈ വൈദികനെ കണ്ട് ഞെട്ടിപ്പോയി വിശ്വാസികൾ. സാധാരണ ഒരു വ്യക്തിയെ പറ്റി പരാതി ഉണ്ടെങ്കിൽ അയാൾ തന്റെ മേലധികാരിയുടെ മുമ്പിൽ നിൽക്കുന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം. ഈ വിഷയത്തെ പറ്റി ബാവ തിരുമേനിയുടെ കയ്യിൽ രേഖാമൂലം പരാതി ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഇത്തരത്തിൽ ഞെളിഞ്ഞു നിൽക്കണമെങ്കിൽ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ലെന്ന ധാർഷ്ട്യതയോടെയുള്ള പ്രഖ്യാപനമാണ് ഈ നിൽപ്പെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. എന്റെ കണ്ണിൽ കോലിരിക്കുമ്പോൾ കരട് തപ്പി നടക്കുന്ന ഈ മഹാനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നാണെങ്കിൽ ഒരു കസേര ഇട്ടുകൊടുത്ത് ദേവലോകത്തിരുത്തിയാൽ ഇതുപോലെ ആളുകളെ പറ്റിച്ച് കാശുണ്ടാക്കി തന്നേനെ. അച്ചടക്ക നടപടി ശക്തമായി എടുത്ത ബാവമാരുടെ സഭയാണിത്. ഇനിയും ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ വൈകരുത്. അല്ലെങ്കിൽ പുറത്തു നിർത്തിയിരിക്കുന്ന മുഴുവൻ പേരെയും തിരിച്ചെടുക്കണം. ഇയാൾ മാനേജിംഗ് കമ്മിറ്റിയിൽ എങ്ങനെ വിജയിച്ചുവെന്ന് കത്തോലിക്ക ബാവ തന്നെ പറയുന്നത് ഒന്ന് കേൾക്കൂ. എനിക്ക് അറിയാൻ മേല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നതും എങ്ങനെയാണ് നിങ്ങളൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടു വന്നതെന്നും ഓരോ ഭദ്രാസനത്തിലും എങ്ങനെയൊക്കെയാണ് നടന്നതെന്നും എനിക്ക് അറിയാം. അതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ അവർ ദിവ്യന്മാരാണെന്നും തിരഞ്ഞെടുക്കപ്പെടാൻ തോറ്റവരെല്ലാം പാമരന്മാരാണെന്നും ഒരു ചിന്ത മനസ്സിൽ ഉണ്ടാവരുത്. കാരണം ഈ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതായ സമയത്ത് എന്തെല്ലാം പ്രലോഭനങ്ങളും എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളും അവിടെ നടത്തിയിട്ടുണ്ടെന്നുള്ളത് എനിക്കും അറിവ് കിട്ടിയിട്ടുള്ളതാണ്. ഇത് മാനേജിംഗ് കമ്മിറ്റി കൂടിയപ്പോൾ ഇയാൾ ചോദിച്ച ചോദ്യത്തിന് കത്തോലിക്ക ബാവ പറഞ്ഞ മറുപടി ഇതാണ്: കള്ളവും പണവും നൽകിയാണ് വോട്ടുകൾ പിടിച്ചു ജയിച്ചത്. ഇങ്ങനെയുള്ള തട്ടിപ്പിലൂടെയാണ് പണം സ്വരൂപിച്ച് ചെലവാക്കിയത്.